ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പുതിയ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് മുതൽ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് 2 ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കും പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കും. അപ്പോൾ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 3 യൂണിറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ടെൻഡർ ടച്ച് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ടെൻഡർ ടച്ച് എന്താണ്? ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞാൽ, ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മൃദുവായിട്ടുള്ള, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ടച്ച് എന്ന് പറഞ്ഞാൽ എന്താ? തൊടുക അല്ലെങ്കിൽ സ്പർശം. അപ്പോൾ ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞാൽ മൃദുവായ സ്പർശം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുട്ടി ഓടിപ്പോകുന്നു, 2 കുട്ടികൾ ഓടുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി വീണു, അപ്പോൾ മറ്റേ കുട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. then അതിൻ്റെ അടിയിൽ മദർ തെരേസയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. മദർ തെരേസ ആരാ? നൊബൽ പ്രൈസ് പീസ് വിന്നറൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹേർട്സ് ടു ലവ്. എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ്സ് സെർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സേവിക്കുക, അതായത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. നിങ്ങളുടെ ഹൃദയം സ്നേഹിക്കാൻ വേണ്ടിയും കൊടുക്കുക. ഓക്കെ അല്ലേ? then അത് കഴിഞ്ഞിട്ട് ഒരു കേർട്ടൺ റേസർ പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷികൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. then അപ്പോൾ അടുത്ത ബാക്കിയുള്ള പിള്ളേർ എന്താ? ചെളി തെറിപ്പിക്കുന്നുണ്ട് അല്ലേ? then compare the above pictures. വാട്ട് ആർ യുവർ കമൻസ്? അപ്പോൾ ഈ പിക്ചേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കൂട്ടുകാരുടെ കമൻസ്? എന്തായിരിക്കും? ഇൻ ദ ഫസ്റ്റ് പിക്ചർ ദ ഗേൾ ഈസ് ഫീഡിങ് ദ ബേർഡ്സ് കൈൻഡ്ലി. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ ഗേൾ എന്ത് ചെയ്യാണ്? ഈ ബേർഡ്സിന് ഫുഡ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ പിക്ചറിലോ ഈ കുട്ടികൾ എന്ത് ചെയ്യാണ്? ബോയ്സ് ആർ വേസ്റ്റിംഗ് വാട്ടർ ബൈ പ്ലേയിങ് ഇൻ ദ മഡ്. ചെളിയിൽ കളിച്ചുകൊണ്ട് വെള്ളമൊക്കെ പാഴാക്കുകയാണ്. ദ ഫസ്റ്റ് പിക്ചർ ഷോസ് എ ഗുഡ് ഹാബിറ്റ് ആൻഡ് ദ സെക്കൻഡ് പിക്ചർ ഷോസ് എ ബാഡ് ഹാബിറ്റ്. അപ്പോൾ ആദ്യത്തെ പിക്ചർ ഒരു ഗുഡ് ഹാബിറ്റും രണ്ടാമത്തെ പിക്ചർ ഒരു ബാഡ് ഹാബിറ്റുമാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്ത് നോക്കി നോക്കാം. ഇതെന്താണ് ഇങ്ങനെ അണ്ടർലൈൻ വന്നതെന്ന് വെച്ചാൽ, ഇത് ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തപ്പോൾ റെക്കോർഡായില്ല. ഓക്കെ, അപ്പം അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. എ സണ്ണി മോർണിംഗ്. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. അപ്പം എന്താണ്? രാവിലത്തെ സൂര്യൻ പീപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജനലിൽ കൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി, അതായത് രാവിലെ ഇങ്ങനെ ആവുന്നുണ്ടല്ലേ. വിൻഡോ എന്ന് പറഞ്ഞാൽ ജനൽ. അപ്പോൾ കുറച്ച് ടഫുള്ള വേർഡിൻ്റെ മീനിങ്സ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. കൂട്ടുകാർക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക, മേലെ മീനിങ് എഴുതി വെക്കുക. ഓക്കെ, സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അപ്പോൾ അമ്മ വിളിക്കുകയാണ് സാഷനെ. സാഷ അല്ലെങ്കിൽ തന്നെ നേരം വൈകി എന്ന് പറഞ്ഞിട്ട് സാഷനെ വിളിക്കുകയാണ്. മദർ എങ്ങനെയാണ് വിളിക്കുന്നത്? വളരെ മൃദുവായിട്ട് ചെറിയ സൗണ്ടിൽ വിളിക്കുകയാണ്. ഷി വാസ് ഹാഫ് അസ്ലീപ്പ്. അപ്പോൾ എന്താ? അവൾ പകുതി ഉറക്കത്തിലാണ്. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. എന്താ? അമ്മ, ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നോട്ടെ എന്ന് സാഷ പറയാണ്. Oh no dear, it's already late. Mother came in and gently patted her. അപ്പോൾ അമ്മ പറയാണ്, ഇല്ല മോളെ പറ്റില്ല, ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അമ്മ വന്നിട്ട് മെല്ലെ അവളെ ഒന്ന് പാറ്റ് ചെയ്തു. പാറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? മെല്ലെ അവളെ തലോടി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. അപ്പം സാഷ എന്ത് ചെയ്തു? കണ്ണൊക്കെ തിരുമ്പിയിട്ട് ബെഡിൽ നിന്ന് എണീറ്റു. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷി ടുക്ക് എ ഡീപ് ബ്രീത്ത്. അപ്പം അവൾ എന്ത് ചെയ്യാണ്? ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ചോദിക്കുകയാണ്, എന്താണ് ആ സ്മെല്ലെന്ന് ചോദിക്കുകയാണ്. ഷി റഷ്ഡ് ദ കിച്ചൺ ഫോളോഡ് ഹെർ മദർ. അപ്പം അവൾ അമ്മേനെ ഫോളോ ചെയ്തിട്ട് എങ്ങോട്ട് പോയി? കിച്ചണിലോട്ട് പോയി. അപ്പോൾ എന്താണ്? അമ്മ മോളെ വിളിക്കുന്ന ആ ദൃശ്യമാണ് നമ്മുടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ അടിയിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? അപ്പോൾ എന്തുകൊണ്ടാണ് സാഷ കിച്ചണിലേക്ക് ഓടിപ്പോയിട്ടുണ്ടാവുക?
വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ, എന്തായിരിക്കും അവൾ കിച്ചണിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പുറത്തെ ഭാഗം വായിച്ചു നോക്കണം. ഇതിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് സ്റ്റോറിയുടെ ഭാഗത്ത് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൻസർ കൊടുക്കാത്തത്. നമുക്ക് അടുത്ത ഭാഗം നോക്കി നോക്കാം. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്, ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അപ്പൊ അടുക്കളയിൽ എന്താണ്, അച്ഛൻ കുറച്ച് തിരക്കിലാണ്. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഇസ് റെഡി. അപ്പൊ പറയാണ് സാഷ, നിന്റെ ഫേവറേറ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് അച്ഛൻ പറയാണ്. അമ്മ, ഷോൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ. അപ്പൊ സാഷ ചോദിക്കാണ്, എന്ത് അമ്മ, ഞാൻ കുറച്ച് ഇതിൽ നിന്നും കുറച്ച് ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ, സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ആര് ചോദിക്കുകയാണ്, സാഷ ചോദിക്കുകയാണ്. അപ്പൊ അമ്മ എന്താ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക, ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി. നീ കൊണ്ടേക്കോ, ഇപ്പൊ നീ പോയി റെഡി ആവുമെന്ന് അമ്മ പറഞ്ഞു. ഓക്കെ, ദെൻ അടുത്ത ഭാഗം നോക്കൂ. ദെൻ നെക്സ്റ്റ് പോർഷൻ, ഷി വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അപ്പൊ അവൾ എന്ത് ചെയ്തു, അവൾ വാഷ്റൂമിലേക്ക് പോയി. ഹമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് പോയില്ലേ, ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് അവൾ എവിടേക്ക് പോയി, അവള് വാഷ്റൂമിലേക്ക് പോയി. Sasha, aren't you ready yet? It was Navi, her friend. അപ്പൊ എന്താണ് സാഷ, നീ ഇതുവരെ റെഡി ആയില്ലേ എന്ന് ആര് ചോദിക്കുകയാണ്, നവീൻ ചോദിക്കുകയാണ്. അപ്പൊ പുതിയ ഒരു ഫ്രണ്ടിനെ കിട്ടി. ആരാണത്, നവീനാണ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അപ്പൊ നവീൻ എവിടെ വെയിറ്റ് ചെയ്യാണ്, ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് 5 minutes. സാഷ ഹറീഡ് അപ്പ്. അപ്പൊ സാഷ തിടുക്കത്തി പറയാണ്, 5 മിനിറ്റ് ദാ വരുന്നു എന്ന് പറയാണ്. ഓക്കെ, അടുത്തത്, അപ്പൊ എന്താ, അച്ഛൻ കുക്ക് ചെയ്യുന്നുണ്ട്, അമ്മയും മോളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. അപ്പൊ എന്തായിരിക്കും സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക്? ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്കൊരു ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും? നമുക്ക് നോക്കി നോക്കാം. അത് സ്റ്റോറിയുടെ അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടായിരിക്കും. The surprise. Sasha and Naveen reached school just before the bell rang. അപ്പൊ ബെല്ലടിക്കണതിന്റെ മുന്നേ ആരെത്തി? സാഷയും അതുപോലെ തന്നെ നവീനും എത്തി. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്. അപ്പൊ നല്ല മണം ഉണ്ടല്ലോ, എന്താണ് നിന്റെ ബാഗിൽ നിന്ന് നവീൻ ചോദിക്കുകയാണ്. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അപ്പൊ എന്താണ്, കുറച്ച് നേരം നീ അവിടെ നിൽക്കുക, അതെന്താണ്, അതൊരു സർപ്രൈസ് ആണെന്ന് പറയാണ്. സാഷ took out the tiffin box and opened it. സാഷ എന്ത് ചെയ്തു, ടിഫിൻ ബോക്സ് എടുത്തിട്ട് അത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. അപ്പൊ നവീൻ കുറച്ച് അലറി വിളിച്ചുകൊണ്ട് പറയാണ്, എന്താണ്, ഇത് ഉണ്ണിയപ്പമാണ്. All the children rushed towards Sasha. അപ്പൊ എല്ലാ കുട്ടികളും എന്ത് ചെയ്ത് സാഷയുടെ അവിടേക്ക് റഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. വെയിറ്റ്, ഡോണ്ട് റഷ്, there's enough for everyone, നവീൻ said. അപ്പൊ നവീൻ പറയാണ്, ആരും റഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട് എന്ന് പറയാണ്. At that moment, someone appeared at the window. അപ്പൊ ആ സമയത്താണ് എന്തുണ്ടായത്, ആരോട്ടം വിൻഡോയുടെ അടുത്തേക്ക് വന്നു. ഓക്കെ, ആരായിരിക്കും നോക്കി നോക്കാം. ഹേ, ഹു ഇസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. അപ്പൊ സാഷ ചോദിക്കുകയാണ്, ആരാണതെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ വേർഡ്സ്, അറിയാത്ത വേർഡ്സിന്റെ മീനിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാഷ സോ somebody at the window. Who could that be? അപ്പൊ സാഷ ആരിനോട്ടം കണ്ടിട്ടുണ്ട്, ആരായിരിക്കും അത്? നമുക്ക് നോക്കി നോക്കാം. A girl at the window. നവീൻ looked at the window and saw a girl. അപ്പൊ നവീൻ എന്ത് ചെയ്തു, വിൻഡോന്റെ അവിടേക്ക് നോക്കിയപ്പോ ഒരു പെൺകുട്ടിനെ കണ്ടു. I have seen her somewhere, he said. അപ്പൊ നവീൻ പറഞ്ഞു, ഞാൻ ഇവളെ എവിടെയോട്ടം കണ്ടിട്ടുണ്ട്. അപ്പൊ എവിടെയായിരിക്കും, നമുക്ക് നോക്കി നോക്കാം. The girl was looking at them curiously. അപ്പൊ ഈ പെൺകുട്ടി ഇവരെ വളരെ ക്യൂരിയസ് ആയിട്ട്, അതായത് വളരെ അതിശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. Her messy hair was swinging in the wind. അപ്പൊ അവളുടെ ഹെയർ എന്താണ്, ആകെ മെസ്സിയാണ്. അപ്പൊ ആ മെസ്സി ഹെയർ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റിൽ ഇങ്ങനെ ആടുന്നുണ്ട്. She looked very tired. അപ്പൊ അവൾ എന്താ, നല്ല ടയേർഡ് ആയിട്ടാണ് ഉള്ളത്.
Sasha went to the window. She offered an ഉണ്ണിയപ്പം to that girl. അപ്പൊ സാഷ വിൻഡോയുടെ അടുത്തേക്ക് പോയിട്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്തു? ഒരു ഉണ്ണിയപ്പം ഓഫർ ചെയ്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ ഈ പെൺകുട്ടി എന്ത് ചെയ്തില്ല? അത് എടുക്കാണ്ട് അവിടുന്ന് ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷയുടെ കണ്ണ് എന്താണ്? ഈ പെൺകുട്ടിനെ ഫോളോ ചെയ്യുന്നുണ്ട്. But the girl disappeared behind the bushes. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തു? ആ ഗേള് ബുഷസിന്റെ ഇടയിൽ ഡിസപ്പിയർ ആയി. Where does she live? Sasha asked Naveen, who was enjoying a big bite of ഉണ്ണിയപ്പം. അപ്പൊ നവീൻ എന്ത് ചെയ്യാണ്? നവീൻ ഉണ്ണിയപ്പം ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന നവീനോട് സാഷ ചോദിച്ചു, എന്ത്, എവിടെയായിരിക്കും ആ കുട്ടിയുടെ വീട് എന്ന് ചോദിച്ചു. I don't know, he said. അപ്പൊ അവൻ പറഞ്ഞു, എനിക്കറിയില്ല. Poor girl, her clothes are torn, Sasha said. അപ്പൊ സാഷ പറയാണ്, പാവം പെൺകുട്ടി, അവളുടെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. Why didn't the girl accept the ഉണ്ണിയപ്പം? അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടി ഉണ്ണിയപ്പം ആക്സെപ്റ്റ് ചെയ്യാതിരുന്നത്? മേ ബി സ്ട്രേഞ്ചർ ആയ കാരണമായിരിക്കും, അറിയാത്ത ആളായ കാരണം ആയിരിക്കാം, നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ദ ഗേൾ കം അഗെയിൻ. അപ്പൊ ആ പെൺകുട്ടി പിന്നെയും വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ വന്നപ്പോ എന്തുണ്ടായി നമുക്ക് നോക്കി നോക്കാം. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് അവർ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. മിസ് അനുപമ, ദ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ക്ലാസ്. അപ്പൊ ആ ഒരു ടീച്ചർ എന്ത് ചെയ്യാണ്? ക്ലാസ്സിൽ ഒരു സോങ് പാടിക്കൊണ്ടിരിക്കുകയാണ്. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. അപ്പൊ പിന്നെയും സാഷ എന്ത് കണ്ടു? ആ പെൺകുട്ടീനെ ഡോറിന്റെ അവിടെ കണ്ടു. Poor girl, I think she want to come in, she murmured. അപ്പൊ എന്താണ് ഈ സാഷ വളരെ പതുക്കെ പിറുപിറുത്തോണ്ട് പറയാണ്, എനിക്ക് തോന്നുന്നത് അവൾക്കും ഇവിടേക്ക് വരണം എന്നാണ് പറയാണ്. Listen, said the teacher. Hearing the teacher's voice, the girl ran away. അപ്പൊ ടീച്ചർ പറയണ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂന്ന് പറയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ആ പെൺകുട്ടി എന്ത് ചെയ്തു? പേടിച്ചു പോയി. Why did the girl come again? അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടി പിന്നെയും വന്നിട്ടുണ്ടാവുക? നോക്കിയാക്കാം. എ ലുലബി, എ ലോലബായ്. ലുലബി എന്നല്ല, ലോലബായ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. After school, Sasha and Naveen were walking home. On the way, they heard someone singing a song. അപ്പൊ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം സാഷി നവീനും കൂടിയിട്ട് എങ്ങോട്ട് പോവാണ്? വീട്ടിലേക്ക് പോവാണ്. ആ വീട്ടിലേക്ക് പോണ സമയത്ത് ആരോട്ടം പാട്ട് പാടുന്നത് അവർ കേട്ടു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രേസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. നവീൻ, ഡു യു ഹിയർ ദാറ്റ് സോങ്? സാഷ ആസ്ക്ഡ്. അപ്പൊ സാഷ നവീനോട് ചോദിക്കാണ്, നീ ആ പാട്ട് കേട്ടോ? That's that song our teacher taught us today, Naveen replied. അപ്പൊ നവീൻ റിപ്ലൈ കൊടുത്തു, ഞാൻ കേട്ടു, അത് നമുക്ക് ഇന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്ന സോങ് അല്ലേ. ബട്ട് ഹൂ ഈസ് സിംഗിങ്? ആരായിരിക്കും പാട്ട് പാടുന്നുണ്ടാവുക? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി ഇങ്ങനെ നടന്നു പോണ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? അപ്പൊ ആരായിരിക്കും പാട്ട് പാടുന്നുണ്ടാവുക? നമുക്ക് നോക്കി നോക്കാം. സർപ്രൈസ്, Sasha and Naveen spotted the girl near a tree. അപ്പൊ സാഷയും നവീനും കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരു പെൺകുട്ടീനെ മരത്തിന്റെ ചോട്ടിൽ കണ്ടുപിടിച്ചു. She was cradling her little brother singing a song. അപ്പൊ എന്താണ്? അവളുടെ ചെറിയ അനിയനെ പാട്ട് പാടിയിട്ട് ഉറക്കാണ്. How quickly she has learned the song, Naveen whispered to Sasha. അപ്പൊ നവീൻ സാഷനോട് പറയാണ്, മെല്ലെ പറയാണ്, എത്ര പെട്ടെന്നാണ് ഇവളി പാട്ട് പഠിച്ചത് എന്ന് പറയാണ്. The girl saw them and smiled. അപ്പൊ ഈ പെൺകുട്ടി എന്താണ്? ഇവരെ കണ്ടപ്പോ ഒന്ന് ചിരിച്ചു. She tried to comb her dry hair with her fingers. അപ്പൊ ഇവളുടെ ഹെയർ ഒക്കെ ആകെ മെസ്സായി കിടക്കല്ലേ. അപ്പൊ അവള് കൈയേറ്റ് ഇതൊക്കെ ഒന്ന് ഒതുക്കി നോക്കി. You sing beautifully, Naveen appreciated her. അപ്പൊ നവീൻ എന്താണ്? ആ കുട്ടീനെ പ്രശംസിച്ചു. എന്താണ്? നീ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാട്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. സാഷ wanted to give the girl a gift. അപ്പൊ സാഷയ്ക്ക് എന്ത് ചെയ്യണം? ഈ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ അവര് 3 പേരുള്ള ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ആ കുട്ടി മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. നവീൻ ആ കുട്ടീനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. സാഷ ആ കുട്ടീനെ നോക്കി ചിരിച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് വുഡ് ബി ദ സാഷാസ് ഗിഫ്റ്റ്? അപ്പൊ എന്തായിരിക്കും സാഷന്റെ ഗിഫ്റ്റ്? നമുക്ക് നോക്കി നോക്കാം. The gift.
സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. അപ്പൊ സാഷ എന്ത് ചെയ്തു? ബാഗ് തുറന്നിട്ട് ഒരു ബുക്ക് എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അപ്പൊ അത് എന്തായിരുന്നു? ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് ആയിരുന്നു. ഹെർ ഇസ് എ ഗിഫ്റ്റ് ഫോർ യു. അപ്പൊ ഇതാ നിനക്കുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സാഷ എന്ത് ചെയ്തു? അത് ആ കുട്ടിക്ക് കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. അപ്പൊ എന്താണ്? ആ ഗേൾ എന്ത് ചെയ്തു? സ്കേർട്ട്, അതായത് പാവാടയിൽ കൈ ഒന്ന് തുടച്ചു. ഷി റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അപ്പൊ എന്താണ്? ഒന്ന് ചിരിച്ചുകൊണ്ട് ആ ബുക്ക് ഈ പെൺകുട്ടി റിസീവ് ചെയ്തു, മേടിച്ചു. കബിത, ഹു ഈസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട്, കബിത ആരാണ് അവിടെ എന്ന് ചോദിക്കുകയാണ്. ലെറ്റ്സ് ഗോ, നവീൻ ഹറീഡ് ഹിയറിംഗ് ദ വോയിസ്. അപ്പൊ ഇത് കേട്ടപ്പോ എന്താണ്? നവീൻ ആകെ ധൃതി കൂട്ടി തിടുക്കത്തിൽ പറഞ്ഞു, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അനു ടീച്ചറിനോട് കവിതനെ കുറിച്ച് പറയണം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ. അപ്പൊ എനിക്ക് തോന്നുന്നു ടീച്ചർ ചിലപ്പോൾ കവിതനെ സഹായിക്കും. സാഷ സജസ്റ്റഡ്. അപ്പൊ സാഷ എന്ത് ചെയ്തു? ഒരു സജസ്റ്റ് ചെയ്തു, അതായത് നിർദ്ദേശിച്ചു. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? അനു ടീച്ചർ കവിതനെ സഹായിക്കോ? എങ്ങനെ സഹായിക്കും? നമുക്ക് നോക്കി നോക്കാം. ദ സ്മൈൽ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് എന്തുണ്ട്? പുതിയ ഒരു ഫ്രണ്ട് ഉണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹെർ. അപ്പൊ അവള് കുറച്ച് ദൂരെ, ഫാർ അവേ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ദൂരെ, കുറച്ച് അകലെ നിന്നാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അവളെ വെൽക്കം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. അപ്പൊ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? കവിതനെ സ്കൂൾ അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവ്രി വൺ. അപ്പൊ ഇപ്പൊ കവിത എന്താ? പഴയ പോലെ അല്ല, സ്കൂൾ യൂണിഫോമിൽ നന്നായി ഡ്രസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവള് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരന്റ്സ് ടു ദ സ്റ്റേജ്. അപ്പൊ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? കവിതയുടെ പാരൻസിനെ വിളിച്ചു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. അപ്പൊ എല്ലാ കുട്ടികളും എന്താ? കൈയടിക്കാണ്. ഐ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നവീൻ. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ us. അപ്പൊ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുക ആരിനെയാണ്? സാഷിനെയും നവീനെയാണ്. കാരണം അവരാണ് കവിതനെ ഹെൽപ്പ് ചെയ്തത്. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡൈസ്. അപ്പൊ സാഷിനോട് നവീനോട് പറയാണ്, വാ സ്റ്റേജിലേക്ക് വായോ എന്ന് പറയാണ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അപ്പൊ കൈ കൊട്ടിയിട്ട് ഹെഡ് മാസ്റ്റർ അവിടെ എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു, അതായത് പ്രോത്സാഹിപ്പിച്ചു. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നവീൻ ടു ദ ഡൈസ്? എന്തുകൊണ്ടായിരിക്കും? കാരണം അവരാണ് എന്ത് ചെയ്തത്? കവിതനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. നമുക്ക് നോക്കി നോക്കാം. ടിയേഴ്സ് ഓഫ് ജോയ്. സാഷ ആൻഡ് നവീൻ മൂവ് ടുവേർഡ്സ് ദ സ്റ്റേജ്. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. അപ്പൊ എന്താണ്? സാഷിയും നവീനും സ്റ്റേജിലേക്ക് പോയി. ഹെഡ് മാസ്റ്റർ അവർക്ക് കൈ കൊടുത്തു, ഷേക്ക് ഹാൻഡ് കൊടുത്തു. then എല്ലാ കുട്ടികളും അവരെന്ത് ചെയ്തു? ഒന്നും കൂടി അപ്ലോഡഡ് ചെയ്തു, അതായത് പ്രശംസിച്ചു. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. അപ്പൊ കവിത എന്ത് ചെയ്തു? സാഷനും നവീനെയും ഒന്ന് നോക്കി. her eyes brightened with gratitude. അപ്പൊ അവളുടെ കണ്ണെന്താണ്? നന്ദി കൊണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കാണ്. അനു ടീച്ചർ സോങ്സ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അപ്പൊ അനു ടീച്ചർ പഠിപ്പിച്ച സോങ് ആണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ ഉള്ളത്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്, ഗീവ് ഓൾ ദ ലവ് എ ഹേർട്ട് ക്യാൻ ഹോൾഡ്. അപ്പൊ എന്താണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്? സ്വർണത്തെക്കാൾ മൂല്യമുള്ളതാണ്. നിങ്ങൾ എല്ലാ സ്നേഹവും, ഒരു ഹാർട്ടിന് താങ്ങാൻ പറ്റുന്ന എല്ലാ സ്നേഹവും എന്ത് ചെയ്യുക? ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കുക. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അപ്പൊ അനുപമ ടീച്ചർ മുന്നിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? കവിതനെ ഹഗ് ചെയ്തു. ദ ഗേൾ സ്മൈൽ. അപ്പൊ ആ പെൺകുട്ടി ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റർ ഇൻ ദ കോർണേഴ്സ് ഓഫ് ഐസ്. അപ്പൊ എന്താണ്? സന്തോഷത്തിൽ ആ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു. വൈ ഡിഡ് കവിത സ്മൈൽ? അപ്പൊ എന്തുകൊണ്ടായിട്ടും കവിത സ്മൈൽ ചെയ്തിട്ടുണ്ടാവുക? കവിതയുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ത്? സ്കൂളിൽ വന്ന് പഠിക്കുക എന്നുള്ളത്. കാരണം അതുകൊണ്ടാണ് അവൾ ജനലിൻ്റെ അവിടെയും വാതിലിൻ്റെയും അവിടെയും പല പ്രാവശ്യങ്ങളായിട്ട് വന്നത്. അപ്പൊ ആ ഒരു ആഗ്രഹമാണ് നടന്നത്. അപ്പൊ സന്തോഷത്തിലാണ് കവിത ചിരിച്ചത്. പിന്നെ അതിനുശേഷം കുറച്ച്, അപ്പൊ അങ്ങനെ ആ ലെസൺ അവിടെ അവസാനിച്ചു. അതിനുശേഷം കുറച്ച് മീനിങ്സ് ഉണ്ട്. then അതിനുശേഷം ഒരു കുഞ്ഞൊരു പോമും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് ഇതിൽ എടുത്തു നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് പോം എ റിസൈറ്റ്. Let's be friends.
ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗെദർ, ഹാവിങ് ഫൺ ഓൾ ടുഗെദർ. അപ്പം നമുക്ക് ഫ്രണ്ട്സ് ആവാം, നമുക്ക് ഒരുമിച്ച് കളിക്കാം, നമുക്ക് എല്ലാ ഫണ്ണും ഒരുമിച്ചാവാം. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗെദർ, ഹാവിങ് ഫൺ ഓൾ ടുഗെദർ. പിന്നെ മാലായിന് തന്നെ ഒന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്, യുവർ ടേൺ ദെൻ മൈ ടേൺ, ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. അപ്പോൾ ചിലപ്പോൾ നിൻ്റെ അവസരമാവാം, ചിലപ്പോൾ എൻ്റെ അവസരമാവാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതെല്ലാം ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് പറയാം, താങ്ക് യു പറയാം. യുവർ ടേൺ ആൻഡ് ദെൻ മൈ ടേൺ, ഷെയറിങ് ഈസ് കെയറിങ്, ദാറ്റ്സ് വാട്ട് വി ഡു. അപ്പം നിൻ്റെ ടേൺ ആണെങ്കിലും എൻ്റെ ടേൺ ആണെങ്കിലും ഷെയർ ചെയ്യുക എന്നുള്ളത് കെയർ ചെയ്യുന്ന പോലെയാണ്, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ജെസി ഗ്രിംസിൻ്റെ ഒരു ഫോമാണ്, വാട്ട് ആർ ദ ഗെയിംസ് ടു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാറ്? ചിലർ പലതരത്തിലുള്ള ഗെയിം കളിക്കുന്നുണ്ടാവും. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വി പ്ലേ ഫുട്ബോൾ, ഹൈഡ് ആൻഡ് സീക്ക്, ക്രിക്കറ്റ്, ക്യാരം ടുഗെദർ എന്നാണ്. നിങ്ങൾ ഫുട്ബോൾ കളിക്കും, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ക്യാരം കളിക്കും, അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ്. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനെ കൂട്ടുകാർക്ക് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതൊക്കെ കൂട്ടുകാർ പറയണം. ഓക്കെ, അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആക്ടിവിറ്റീസ് നോക്കാം. 3ാം ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് മാക്സിമം വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ദെൻ താങ്ക് യു.